ഇവനെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക് യു പറഞ്ഞേ. കണ്ണിലൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഒരു ചെറിയ വ്ളോഗാണ്. ഡേ ഇൻ സ്നോസ് ലൈഫാണ്. സ്നോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ക്യൂട്ട് കുഞ്ഞി പട്ടിക്കുട്ടിയാണ്. അപ്പം അവൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് കഴിക്കുന്നത്, അതാണ് ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9 മണിയായി. അതുകൊണ്ട് എഴുന്നേറ്റ് അപ്പം തന്നെ ഞാൻ പുറത്ത് കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ അവൻ ചീച്ചി പോയി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇവൻ്റെ വീഡിയോസ് ഇടുമ്പോൾ നല്ല നല്ല കമൻസും എന്തെങ്കിലും റിപ്ലൈ ഒക്കെ തരാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യുന്ന പോലെ അതിന് ഇന്നത് ചെയ്തു, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് പറഞ്ഞ വീഡിയോസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവന് രാവിലെ ഒരു മുട്ട പുഴുങ്ങി കൊടുക്കാമെന്ന്. കാരണം നമ്മുടെ റോയൽ കനേനാണ് ഞാനിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ സോക്ക് ചെയ്ത് വരാൻ ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഇവന് വിശന്ന് നിർത്താൻ പറ്റില്ലല്ലോ, പാവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട പുഴുങ്ങി കൊടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങുന്ന നേരത്തെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴും അത് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇപ്പം മുകളിലേക്ക് കയറും, ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് എങ്ങനെ അവിടെ തെപ്പി നടക്കലാണ് പരിപാടി. അപ്പോൾ ഞാൻ മുട്ട വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ കൂടെ പുറത്തേക്ക് വന്നു കേട്ടോ. മാത്രമല്ല പിന്നെ എപ്പോഴും എൻ്റെ പുറകെയാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര സ്നേഹം പോലെയാണ് പുള്ളിക്കാരനെ. എപ്പോഴും എൻ്റെ പുറകെ നടക്കും. അപ്പം ഞാൻ മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഗുഡ് ബൈ. എന്നാൽ ഞങ്ങൾ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. മുട്ട കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം കൊടുക്കും. വേറെ ഒന്നുമല്ല, തൊണ്ടയിൽ കുരുങ്ങുന്നൊരു പ്രയാസം നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കൊടുക്കും. അവനത് കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പുറത്ത് പോയി അപ്പിട്ട് കേട്ടോ. വയറ് നിറഞ്ഞ് അപ്പം തന്നെ പുറത്ത് പോയി അപ്പിടുന്നുണ്ട്. അപ്പം എനിക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് വരുന്ന കമൻറ്റ്സ് കുറേ ഞാൻ ചെയ്യുന്നതുകൊണ്ട് അതുപോലെയൊക്കെ അവൻ ശീലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യുവും കൂടെ പറയുവാണ് ഈ സമയത്ത്. ഞാനിവൻ്റെ കണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ. കണ്ണിൽ പീലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി. എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് അതും കൂടി ചെയ്യാൻ പറ്റില്ല, കാരണം സമ്മതിക്കില്ല ഓൾറെഡി. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ഇനിയിപ്പോൾ ഒരു മൾട്ടി വൈറ്റമിൻ്റെ സിറപ്പ് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ കിണയും കൊടുക്കുന്നുള്ളൂ. സാധാരണ കിണയും കൊടുത്തിട്ടാണ് രാവിലെ മുട്ട കൊടുക്കലൊന്നുമില്ല. ഇതുപോലെ സാധാരണ കിണയും കൊടുത്തിട്ടാണ് ഞങ്ങൾ മൾട്ടി വൈറ്റമിൻ്റെ സിറപ്പൊക്കെ കുടിക്കാറ്. പക്ഷേ ഇപ്പോൾ ഇവൻ രാവിലെ നേരം വൈകി കഴിഞ്ഞിട്ടുകൊണ്ട് നല്ല വിശപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യം അതായതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. എവിടെയാണ് ചൊറിയണേ? ഞാൻ ചൊറിഞ്ഞു തരാം. എവിടെയാണ് ചൊയ്യണ്? ഉറുമ്പുണ്ടടാ. എങ്ങനെ ചെയ്യാണ്ടിരിക്കും? വെയിറ്റ്. എന്നമ്മലാണ് ആകണ്ട മണത്തൂക്കി അപ്പത്തന്നെ ഓടി. സ്നോ എന്നാ മുട്ട കഴിക്ക്. സ്നോ ബേബിക്ക് മരുന്ന് കുടിക്കാൻ ഭയങ്കര മടിയാണ്. അത് കാരണം ഞങ്ങളിങ്ങനെ ബലമൊക്കെ പിടിച്ച് സ്നോ ഇത് മുട്ടയായിരുന്നെങ്കിലോ, ഈ മുട്ടയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചോളൂ. ചോദിക്ക് അമ്മയ്ക്ക് നെയിം ജ്യൂസ് ഇങ്ങനെ പിടിച്ചാലേ ഇവൻ കുടിക്കുള്ളൂ. ഉണ്ട് കേട്ടോ. അതിൽ 1 ml ഞാൻ മൊത്തം എടുത്തിട്ടില്ല, ഇത്തിരി കുറവുണ്ടായിരുന്നു. അതുപോലും സമ്മതിക്കാനുള്ള. ഗൈസ്, ഈ ചെക്കൻ്റെ മുഖം നോക്കൂ. ഇത്രയും കഴിച്ചിട്ടും കൊടുത്തിട്ട് അവന് മണ്ണ് തിന്നണം, മണ്ണ് പുല്ലൊക്കെ തിന്നണം. ഞാനിങ്ങനെ എങ്ങനെ കുളിപ്പിച്ചെടുക്കും? കോലം കണ്ടോ? കോലം എങ്ങനെ കുളിപ്പിച്ചെടുക്കും? പിണങ്ങി കിടന്നോട്ടാ. ചീത്ത പറഞ്ഞാൽ അപ്പം പിണങ്ങും. എന്ത് സ്വഭാവം ഉണ്ടോ തന്നെ. പുറത്തൊക്കെ പോയി അപ്പിട്ടപ്പോൾ ഞാൻ വെച്ചു നന്നായിണ്ടാ. ഇപ്പം വന്നിട്ട് ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറുന്നിട്ട് ഈ ബെഡ് അപ്പിട്ടേക്കും കണ്ടോ. ഞാൻ തിന്നി. ഈ പ്രാതലും മരുന്നും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒക്കെ പരിപാടിക്ക് നിൽക്കും. അപ്പം ഇതാണ് കൊച്ചിൻ്റെ മെയിൻ പരിപാടി. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ വന്നിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു കിടപ്പ്
ഇപ്പം അടുക്കളയിൽ കിടന്നു കേട്ടോ. ഇനി ഞാൻ ഇവിടെ തന്നെ കുറച്ച് നേരം എൻ്റെ പണിയൊക്കെ കഴിയുന്നവരെ ഇങ്ങനെ നിൽക്കും. എന്നാൽ ഞാൻ അങ്ങോട്ട് ആ റൂമിലേക്ക് എങ്ങാനും വല്ല പോയ അങ്ങോട്ട് വരും. ഇതാണ് പരിപാടി. അല്ലോ കാലിൻ്റെ അടുത്ത് കൊച്ചിന് കിടക്കണം. കംഫർട്ടബിൾ പൊസിഷൻ കിട്ടി. ഈ അഴുക്കൊക്കെ ഞങ്ങൾ മൺഡേ വാക്സിനേഷനാണ്. മൺഡേ അല്ലെങ്കിൽ സൺഡേ ചെയ്യും. അതിൽ ഇപ്പോൾ മൺഡേ വിഷു ആയതുകൊണ്ട് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ഞങ്ങൾ അടുത്ത ദിവസം പോയി ചെയ്യും. അപ്പം ആ സമയത്ത് ആ വാക്സിനേഷൻ കഴിഞ്ഞിട്ടൊന്ന് ഗ്രൂം ചെയ്യിക്കണം, ഒന്ന് കുളിപ്പിക്കണം. ഡോക്ടറിനോട് ചോദിച്ചിട്ട് നല്ല ഷാമ്പു ഏതാണെന്ന് ചോദിക്കണം. കുറേ പരിപാടി ഉണ്ട് സ്നോ ബേബിക്ക് കേട്ടോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം മിനിറ്റ് വന്നപ്പോൾ 10:10 കുറച്ച് നേരം മേമേനെ ഇങ്ങനെ കടിക്കും. അവൻ്റെ മെയിനിപ്പോഴത്തെ പരിപാടി കടിക്കല്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ നീക്കാൻ എൻ്റെ പുറകെ വരും. പിന്നെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല, പക്ഷെ സ്നോ മുട്ടാന്ന് പറഞ്ഞാൽ ഇവൻ ഓടി വരുന്നുണ്ട്. അത് ഞാൻ ചെറിയൊരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം. ഒത്തങ്ങനോ എൻ്റെ അടുത്തേക്ക് ഇവിടെ വന്ന ഇവന് കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇവൻ ആ മൂത്രമൊഴിക്കാന്നുള്ളൊരു സെൻസേഷൻ തന്നെ മറന്നു പോകും. മൂത്രമൊഴിക്കടാ നമ്മുടെ മോൻ മൂത്രമൊഴിക്ക്. ദേ ഒളിച്ച് നിക്കണ്. ദേ തിന്നടി, മണ്ണ് തിന്ന്. എടാ നീയല്ലടാ ഇവിടെ എന്ത് മോനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അല്ലടി കള്ളത്തരം കാണിക്കാൻ വേണ്ടി കിടക്കുന്നതാ. ഇടാ കിടക്കല്ലേ കേട്ടവരെ. ഇങ്ങനെ എവിടെ പോയാലും എൻ്റെ ബേബി എൻ്റെ പുറകെ വരും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കിടക്കും പെങ്കി പോലെ. കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ കളി ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫുഡ് കെനയും കൊടുക്കും. അത് പിന്നെ കുറച്ച് നേരം ഇവനും കിടന്ന് ഉറങ്ങും. ഞാൻ 12:30 ഞാൻ ഇപ്പം ഇവന് കുറച്ച് കെനയും കൊടുത്തു. എന്നിട്ട് കിടത്തിയേക്കാം. കാരണം എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇവിടെ ഇടയ്ക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വന്ന് പോയി. ആ സമയത്ത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത് ഇവനെ അവിടെ ഏൽപ്പിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പം കിടക്കാണ് എൻ്റെ മോൻ. സമയം ഏകദേശം 1 മണിക്ക് കഴിഞ്ഞിട്ടോ. അവന് ഇത്ര നേരം ഉറങ്ങണ്ടായിരുന്നില്ല. ഞാൻ അങ്ങോട്ടും പോണതുകൊണ്ട് എൻ്റെ പുറകെ നടക്കലായിരുന്നു. അപ്പം ഞാൻ അടുത്ത് വന്നിങ്ങനെ കിടന്നപ്പോൾ അതിനകത്ത് ഉറങ്ങി തുടങ്ങി. ഉണ്ടോ അവൻ ശരിക്കും എൻ്റെ പെറ്റ് പോലെ ആയിട്ടാണ്. ഉറക്കാൻ കിടത്തിയപ്പോൾ ഒരു കോളിംഗ് ബെല്ല് വിളിച്ചു ഗൈസ്. എൻ്റെ മോൻ്റെ ബെഡ് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മോനവിടെ നിൽക്ക്. OTP. ഇതെന്തുട്ടത് കൊച്ചിന്റെ ബെഡാ. അയ്യോ എൻ്റെ കൊച്ചിൻ്റെ ബെഡ് ഇതാണ് ഗൈസ്. മോൻ്റെ ബെഡ് ഇതാണ്. മോൻ്റെ പില്ലോ ഉണ്ട്, കുഞ്ഞു പില്ലോ. ഇങ്ങനെ ഇടണം കേട്ടോ. ഇതാണ് കൊച്ചിൻ്റെ ബെഡ്. കൊച്ചു ബെഡ് കൊണ്ടുവന്ന സാധനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഇതാരാ? കുഞ്ചു വന്നേ. ഞാൻ ബെഡിലൊക്കെ കിടത്തിയത് ചാടി നിലത്തിറങ്ങി ഒന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഒരു 4 മണിയായപ്പോൾ ഞാൻ ഇവനെ ഇറക്കിയിട്ട് ഇതാ മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിക്കുക കേട്ടോ. നോനോ ബാ. മൂത്രമൊഴിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് പണി. ഉള്ള പുല്ല് മൊത്തം തിന്നു കണ്ടോ. നോക്കാൻ വേണ്ടി ഞാൻ വേറൊരാളെ നിർത്തേണ്ട അവസ്ഥയായി. നിക്കടാ കണ്ട വലിയൊരു കഷ്ണം ഉണ്ടായിരുന്നല്ല മിണിങ്ങിയ.
എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വീഡിയോ കോൾ ചെയ്യും കേട്ടോ. ഇവൻ എന്തെടുക്കുക, അവൻ കഴിച്ചോ, ഇവൻ തിന്നോ, ഇവൻ മൂത്രമൊഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്തു. സമയം 5 മണിയായി. ഈ ചെക്കൻ ബെഡിൽ കിടക്കണില്ല, കണ്ടോ? അയ്യോ അയ്യോ അയ്യോ, അവിടേക്ക് അഴുക്കാണ് പിടി ഇവൻ്റെ മേത്ത്. അപ്പം ദേ മൂക്കൊക്കെ ഒലിച്ചു തുടങ്ങിയിട്ടാ ഇവൻ ഈ മണ്ണിലൊക്കെ. അയ്യേ ഇവനെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്ക് യു പറഞ്ഞേ. വ്ളോഗ് ഉണ്ടേന് കണ്ണിലൊക്കെ എന്തൊക്കെയോ ഇരിക്കുന്നു ഗൈസ്. ഇവന് അണ്ട കൊച്ചായിട്ടുണ്ട്. ഈ അണ്ടകുണ്ടയിലൊക്കെ കിടക്കാനാണ് എൻ്റെ മോനെ ഇഷ്ടം. അഴുക്കായി മൊത്തം, കുളിപ്പിക്കണം. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇത്തിരി കൂടി കഴിയുമ്പോൾ, അല്ല ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഇത്തിരി കഴിയുമ്പോൾ പിന്നെ ഫുഡ് കൊടുക്കും. പിന്നെ കുറേ നേരം ഞങ്ങൾ കളിക്കും ഒരുമിച്ച്. എല്ലാവരും വന്ന് എടുത്ത് കൊച്ചിനെ കളിക്കും. കൊച്ച് ഉറങ്ങും. കൊച്ച് 8 മണിയാകുമ്പോൾ ഉറങ്ങിയിട്ട് 12 മണിയാകുമ്പോൾ എഴുന്നേക്കും, പിന്നെ ഉറങ്ങും. ഇതന്നെയാണ് കേട്ടോ പണി. പിന്നെ ഇന്നത്തെ പോലെ രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, മരുന്ന് കഴിക്കുക, ഉറങ്ങുക, കളിക്കുക. ഇതാണ് എൻ്റെ കൊച്ചിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. മൈ ലൈഫ് അല്ല, സ്നൂസ് ലൈഫ് അല്ലേ? ബൈ പറഞ്ഞ എല്ലാവരോടും. താങ്ക് യു ഫോർ വാച്ചിങ് പഞ്ഞേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ടാറ്റാ ഗൈസ്. നന്ദി പറ. നന്ദി. ബൈ ഗൈസ്.